ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കുണ്ടാക്കി കാട്ടിത്തരാൻ പോകുന്നത് നല്ല കട്ട തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാട്ടിത്തരാം. അപ്പോൾ തൈര് എന്ന് പറഞ്ഞാൽ പാല് ഫെർമെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ പാല് പുളിപ്പിച്ച ഒരു സംഭവമാണ് ഈ തൈര് എന്ന് പറയുന്നത്. പാലിലെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ലാക്ടോസാണ്. ഈ ലാക്ടോസ് ചില ബാക്ടീരിയയുടെ പ്രവർത്തനം, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ചില ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ട് ലാക്റ്റിക് ആസിഡായിട്ട് മാറും. അപ്പൊ ഈ പാലിന്റെ pH അസിഡിക് pH ആവും. ഈ അസിഡിക് pH ആവുമ്പോൾ പാലിലുള്ള പ്രോട്ടീൻ കോവാഗുലേറ്റ് ചെയ്യും. അതാണ് ഈ തൈര്. അപ്പൊ ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് തൈര് ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ ചെയ്യാം, നാരങ്ങാ നീര് ഉപയോഗിക്കാം, വിന്നാഗിരി ഉപയോഗിക്കാം, യോഗോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കാറുണ്ട്. അതില് ഈ ബാക്ടീരിയ ലാർജ് സ്കെയിലിൽ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കും. അപ്പൊ ഈ ബാക്ടീരിയനെ ഡയറക്റ്റ് ആയിട്ട് പാലിൽ ഇട്ടിട്ട് ആ പാല് തൈരാക്കി മാറ്റുന്ന ആ പ്രക്രിയ, അതാണ് ഈ യോഗോട്ട് എന്ന് പറയുന്നത്. അല്ലാതെ യോഗോട്ടും തൈരുമായിട്ട് വലിയ ഒരു കെമിക്കൽ സ്ട്രക്ചറിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പ്രധാനമായിട്ടും പാല്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് വേണം. അപ്പോൾ ഇത് 1 ലിറ്റർ പാലാണ്. 1 ലിറ്റർ പാല് നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ച് ആദ്യം തിളപ്പിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ഈ പാല് നല്ലപോലെ തിളപ്പിക്കുക. അപ്പോൾ തിളപ്പിക്കുന്ന ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ പാട ചൂടും. ചിലപ്പോൾ നമ്മളറിയാതെ ഈ പാലിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എപ്പോഴും അത് തിളച്ച് തൂവുന്നത് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേ. അപ്പോൾ അത് വരാതിരിക്കാൻ ഏറ്റവും പ്രധാനം ഇതിൻ്റെ അടുത്ത് തന്നെ വേണം. അതിങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ തിളച്ച് പൊങ്ങി വരുമ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിലാക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അത് തിളക്കുക. അപ്പോൾ ഈ പറഞ്ഞാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പാട ചൂടത്തില്ല. പിന്നെ രണ്ടാമത് ഇതിൻ്റെ അടുത്ത് തന്നെ കാണണം എന്ന് പറഞ്ഞാൽ ഇവൻ തിളച്ചിങ്ങനെ പൂവ് പോകാൻ സാധ്യതയുണ്ട്. പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പാലിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ തിളച്ച് തൂവി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിമ്മിലിടണം. ഒരു 5 മിനിറ്റ് സിമ്മിൽ കിടക്കട്ടെ എന്ന് വെക്കും. അപ്പോൾ ഇങ്ങനെ തിളച്ച് തൂവലൊന്നും ഉണ്ടാകത്തില്ല, ചെറിയ രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഇറക്കി ആറ്റാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ നമ്മൾ ഉറവൊഴിക്കാനുള്ള ആ പാത്രത്തിലോട്ട് മാറ്റുക. ആറിക്കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ആറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നല്ല രീതിയിൽ തണുക്കുക എന്നല്ല, ഒരു ജസ്റ്റ് തൊടാവുന്ന ചൂടാകുമ്പോൾ. അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ ഉറവൊഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിലോട്ട് ഈ പാലങ്ങ് മാറ്റി. ഇനി ഇത് തണുത്തത് ഇവിടെ പിടിച്ചു നോക്കുമ്പോൾ അറിയാം, നമുക്കിങ്ങനെ തൊടാവുന്ന പരുവായി കഴിയുമ്പോൾ ഇതിലോട്ട് ഉറവൊഴിക്കുക. അല്ലാതെ നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചർ ആകേണ്ട കാര്യമില്ല, ചെറിയ ചൂട്. നമ്മളിവിടെ ഉറവൊഴിക്കാനായിട്ട് തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ നമ്മൾ നാരങ്ങാ നീര് വേണം ഉപയോഗിക്കാം, വിന്നാഗിരി ഉപയോഗിക്കാം. നമ്മളിവിടെ തൈര് ഉപയോഗിക്കും. അപ്പോൾ ഇനി ഇത് ആറട്ടെ കേട്ടോ. നമ്മളൊരു ഇച്ചിരി കൂടെ ഒന്ന് ആറാനുണ്ട്. ഇതൊരുമാതിരി തണുത്തിട്ടുണ്ട്. തൈര് ഒഴിക്കണം, എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും. ഇനി ഇത് അനക്കാതെ മൂടി വെക്കുക. ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ നല്ല കട്ട തൈര് റെഡിയായിരിക്കും. പിന്നെ നമുക്ക് 12 മണിക്കൂർ കഴിഞ്ഞ് വരാം. 12 മണിക്കൂറായി. നമ്മുടെ കട്ടത്തൈര് റെഡിയായി. കട്ടത്തൈര്. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.